ഔട്ടർ ബണ്ട് നിർമ്മാണം വൈകുന്നതിനെതിരെ താന്തോണി തുരുത്ത് നിവാസികൾ ഇന്നലെ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. രാത്രിയിൽ കൈക്കുഞ്ഞുങ്ങളുമായി ഓഫീസിന് മുന്നിൽ പായ വിരിച്ചു കിടന്നായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധ സമരം. വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തടയുമെന്ന് സമരക്കാർ പറഞ്ഞു. ഔട്ടർ ബണ്ട് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് താന്തോണിത്തുരുത്തിലെ 52 കുടുംബങ്ങൾ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച കുത്തിയിരിപ്പ് സമരം ഇപ്പോഴും തുടരുകയാണ്. തങ്ങളുടെ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. കുട്ടികളടക്കമുള്ളവർ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പത്തെ ദിവസം ഇവിടെ വന്നിരുന്ന സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വീടിനകത്തിരിക്കാൻ പറ്റാത്ത അത്രയും ഗുരുതരമായ സ്ഥിതിയാണ് വെള്ളം കയറി തങ്ങൾ നേരിടുന്നതെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് MLA ഇവിടെ ഉണ്ടായിരുന്നു. MLA വഴി പി രാജീവ് മന്ത്രി അദ്ദേഹം സംസാരിച്ച് ഫോൺ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളോട് പറഞ്ഞത് CRS സെക്രട്ടറി ആയിട്ട് ഉടനെ മീറ്റിംഗ് വിളിക്കുക, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു രീതിയിൽ പുള്ളി പറഞ്ഞ്. പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ വന്നില്ല. സമരം എങ്ങനെ തുടരാനാണ് തീരുമാനം? ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ അവരുമായി ചർച്ചയുണ്ടോ? ഉദ്യോഗസ്ഥരെ വന്നാലേ ഞങ്ങൾ ആരെയും ഞങ്ങൾക്ക് കയറ്റിവിടില്ല. ഇവരായിട്ട് ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഒരു രാത്രി മുഴുവൻ ജിഡ ഓഫീസിന് മുമ്പിൽ കിടന്നുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഉറപ്പ് ലഭിക്കും വരെ തിരികെ പോകില്ലെന്ന്. നാളെയും ഞങ്ങൾക്ക് അനുകൂലമല്ല തീരുമാനമെങ്കിൽ ഞങ്ങൾ നാളെയും ഇത് തന്നെ തുടരും. ഇവർ പറയുന്ന റിസർച്ചർമാർ പറയുന്നത് അവിടെ നിറച്ച് കണ്ടൽക്കാടാണെന്നാണ്. ഇവർ അവിടെ വന്ന് നിന്ന് ഇവർ പഠിക്കട്ടെ. ഞങ്ങൾ പോണില്ല, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ഇവിടെ തന്നെ തണുപ്പി കിടന്ന് ഇതാവട്ടെ. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദർശ് ഉൾപ്പെടെ പുലർച്ചെ മുതൽ ഇവിടെ വീട്ടിൽ കാണുന്ന പറ്റാണല്ലോ. പഠിക്കാൻ പോകണമെങ്കിൽ തന്നെ ഇന്നിവിടെ നിന്ന് വെളുപ്പിന് എന്നിട്ട് വേണം പോകാനായിട്ട്. വീട്ടിലൊക്കെ അത്രയും വെള്ളമാണ്. കാരണം മുറ്റത്തൊക്കെ വെയിലേറ്റം വരുമ്പോൾ നല്ലോണം വെള്ളവും കയറും. പിന്നെ പഠിക്കാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പോകേണ്ടി വരും വെളുപ്പിന്. ഞാനിപ്പോൾ 2-3 ദിവസം കോളേജിൽ പോയിട്ട് വെള്ളം കാരണം പോകാൻ പറ്റാറില്ല. ഡ്രസ്സ് പോലും ഇല്ല, ഞങ്ങൾക്ക് ബുക്കും ഒന്നുമില്ല. എന്തെങ്കിലും എടുക്കണമെങ്കിൽ തന്നെ എല്ലാം ഇപ്പോൾ സേഫായിട്ട് പൊക്കത്താക്കി വെച്ചേക്കണം. എന്നാലും പലതും വെള്ളത്തിലാണ്. ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. പട്ടിണിയാണ് മിക്കപ്പോഴും. ഞങ്ങൾക്കൊക്കെ ഫുഡ് കഴിക്കണം വീട്ടിലൊക്കെ ഇരുന്നാണ്. ഞങ്ങൾ പക്ഷേ വെള്ളത്തിലിരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അവരവസ്ഥ അറിയാമല്ലോ. ഗതികേടിൻ്റെ അങ്ങേയറ്റത്ത് നിന്നാണ് ആദർശിനെയും ലക്ഷ്മിയെയും പോലുള്ള വിദ്യാർത്ഥികൾ അവർ ക്ലാസ് പോലും കളഞ്ഞ് ഈ സമരപന്തലിൽ ഒരു രാത്രി വെളുപ്പിച്ചെടുത്തത്. നടപടി ആരംഭിക്കാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കാതെ ഇവിടെ നിന്ന് പോകില്ല എന്നതാണ് താന്തോണിത്തുരുത്തിലെ നിവാസികൾ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.